ഇന്നിപ്പോൾ അവസാന CBI വന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തൊക്കെ മൊഴി പ്രധാനമായിട്ട് പറഞ്ഞത്? CBI സംസാരിച്ചു, കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നടന്ന് സംഭവിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഫസ്റ്റ് തുടക്കം എന്ന രീതിയിൽ നിങ്ങളെ മൊഴി കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുവിധ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പ്രതീക്ഷിക്കാതെ വേറെ മാർഗമില്ല. നമ്മളിപ്പോൾ ഒരു ഇതുവരേക്കും CBI-നാണല്ലോ ഒരു ലോക്കൽ, അതായത് ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ വേറെ ടീമോ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ അടുത്തൊന്നും എത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു ടീം തന്നെയാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത്. അവർ നല്ലപോലെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഈ കേസ് പെട്ടെന്ന് തെളിവാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത്രത്തോളം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ സാക്ഷികളും ബാക്കിയുള്ളതൊക്കെ ഒരു എടുക്കട്ടെ. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞിരുന്നു താങ്കൾ. അത്തരമൊരു ആവശ്യം CBIക്ക് മുന്നിൽ വെച്ചോ? ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കേസ് മരണം മൂടിവെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരായാലും, അത് ഉന്നത ഉദ്യോഗസ്ഥരായാലും ഒരാളെയും ഒഴിവാക്കാതെ അതിൽ അന്വേഷണം തുടരണമെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവുന്ന അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. അതെ, ഇതൊരു ആദ്യത്തെ ഒരു ഇതാണ്. പിന്നെ ഇനി വീട്ടിൽ വരണം, വീട്ടിൽ ഉമ്മാൻ്റെ മൊഴി എടുക്കണം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അത് അവരെ സാവധാനത്തിനനുസരിച്ച് ചെയ്യുമെന്നും പറഞ്ഞു.